എടാ നിന്റെ മോനെ ഓസ്ട്രേലിയയിലൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് തന്നെ ആയി. ഓ അവനിപ്പോ ഓസ്ട്രേലിയയിലൊന്നും പോകണ്ടത്, ജപ്പാനിൽ പോയാൽ മതി എന്നൊക്കെയാണ് ചെക്കൻ പറയണത്. ജപ്പാനിലോ? അതെന്നാത്തിനടേ? അവിടെ ഈ എന്തോ ഹെൻഡായി കലാകാരനാവണം എന്നൊക്കെയാണ് അവൻ പറയണത്. പിള്ളേരുടെ ഓരോരോ ആഗ്രഹമല്ലേ, ഞാൻ സമ്മതിച്ചു കൊടുത്തു. നമ്മുടെ പ്രായത്തിലോ നമുക്ക് ആഗ്രഹിച്ച പോലെ ആവാൻ പറ്റില്ല, അവരെങ്കിലും ആവട്ടെ. എന്റെ അയ്യോ, അതെന്നാടാ സാധനം? ആ ദൈവത്തിനറിയാം. അവനിപ്പോ ഈ അനീമിയൊക്കെയാണ് കാണുന്നത്. ജപ്പാനില്ലേ, അതൊക്കെയാണ് ഇപ്പൊ അവന്റെ സ്വപ്ന നഗരം. എന്ത് ഈ അനീമിയ എന്നൊക്കെ പറയുന്നത് കാർട്ടൂൺ പോലെയുള്ള വല്ല സാധനമാണോ? പയ്യപ്പറ. കഴിഞ്ഞ മാസം പോത്തോനെ വളർന്നിട്ട് ഇപ്പോഴും കാർട്ടൂണാണ് കാണുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ എന്റെ പുറകിൽ നിന്ന് ഒന്ന് തലക്കിട്ടടിച്ചതാണ്. ഈ SSLC ബുക്കിലെ പേരൊക്കെ മാറ്റിയിട്ട് അനന്തു ഹിഡൻ വില്ലേജ് ആക്കണമെന്നൊക്കെയാണ് ചെക്കൻ പറയണത്. എന്തോന്നടേ ഇത്? ഇതൊന്നും അല്ലേ മെയിൻ, 1034 എപ്പിസോഡുള്ള വൺ പീസ് വെറും 10 ദിവസം കൊണ്ടല്ലേ അവൻ കണ്ടു തീർത്തത്. കാലത്തിന്റെ ഒരു പോക്കെ. ഇപ്പൊ പീസൊക്കെ എപ്പിസോഡ് ആയിട്ടല്ലയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അയ്യോ, ആ പീസ് അല്ല, ഇത് വൺ പീസ്. അനീമിയ അവനെ കൊണ്ട്. ആ, നീ അവിടെ ഞാൻ അവനെ ഉപദേശിക്കേണ്ട രീതിയിൽ ഉപദേശിച്ച് എല്ലാം റെഡിയാക്കി തരാം. 3 hours later. എടാ മോനെ, ഈ സസൂക്കയുടെ അച്ഛന്റെ പേരിനായിരുന്നു രഘുവരനോ? അതൊക്കെ ഞങ്ങൾ പയ്യെ പഠിച്ചോളൂ. എടാ നറൂട്ടോ നിന്ന് ചിലക്കാണ്ട് കുമാരനെ വിളിക്കേ. ഏത് കുമാരൻ? അവന്റെ കൂടുതൽ 6 ആളുള്ള കുറുക്കല്ലേ അവനാ കുമാരൻ. ആ